ഇന്നലെ രാത്രി അസാനിന് നല്ല പനിയായിരുന്നു ട്ടോ. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചാ വിചാരിച്ചോണ്ട് ഒരു വിധത്തില് ഞങ്ങളങ്ങട്ട് നേരം വെളുപ്പിച്ചു. ഒരു 10:30 ആകുമ്പോ ഞാൻ വരും. അപ്പോത്തിന് റെഡിയായി നിന്നോണ്ടീന്ന് കുഞ്ഞുമോൻ പറഞ്ഞ്ങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു ട്ടോ. ഇമ്മാക്കാണെങ്കി ഇന്ന് ബുധനാഴ്ച മരുന്നിന് പോകേണ്ട ദിവസാണ്. 7:30 ആയപ്പോ ഉമ്മയും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാല് ആകെക്കൂടി ഒരു കഥയായിരുന്നു. അതിന്റെ ഇടയില് ഞാൻ ഒരു ചോറുണ്ടാക്കി വെച്ച്ങ്ങാണ്ട് ഞാൻ വേഗം ഓനേറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാ. ഞാൻ വരുന്നതിന്റെ മുന്നേ തന്നെ ഉമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മ തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കി. അത് കൂട്ടിയാണ് ഞങ്ങൾ ഉച്ചക്ക് തിന്നുട്ടാ. രാവിലെ തന്നെ എല്ലേതും റെഡിയാക്കി വെച്ച് ശീലമായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ചോറ് വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് ഗ്യാസുമ്മ ചോറ് വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ വൈകുന്നേരം അടുപ്പ് കത്തിക്കാനുള്ള മടിയോണ്ട് ഞാൻ ഗ്യാസുമ്മ അങ്ങോട്ട് അതിൽ തീമട്ടു. രാവിലെയാണ് ഈ വേസ്റ്റൊക്കെ ഒഴിവാക്കില്ല. അതൊക്കെ അവിടെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഉമ്മാക്കും സുഖം വയ്ക്കില്ല, എനിക്കും സുഖം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടാളോടെ കിടന്നു. പിന്നെ കുറച്ച് ബാക്കി ഉച്ചയ്ക്ക് ശേഷം എടുക്കാൻ വിചാരിച്ചിങ്ങാണ്ട് കുറച്ച് നേരം ഉറങ്ങി നീച്ചതിൻ്റെ ശേഷമാട്ടെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ചോറായി കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. മീനും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് വലിയ ആക്കായി തോന്നിയിട്ടായി. പിന്നെ മാന്തള് ഞാൻ ഇന്ന് വരുമ്പോൾ വാങ്ങിയതാണ്. അത് പിന്നെ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ട് അത് ഫ്രൈ ആക്കാനും വെച്ചു. മത്തി ഉണ്ടായിരുന്നു, അത് മുളകിടാനും വേണ്ടിയിട്ട് വെച്ചിട്ടാ. ഇതിന്റെ ഇടയിൽ അസാന് ഭയങ്കര കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട്. ഓനിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയൊരു അന്തരീക്ഷം അല്ലാത്തതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ലുമോൻ ഇതിന്റെ ഇടയിൽ ഒരു 10 വട്ടം എന്നോട് വന്ന് ചോറ് ചോദിച്ചിരിക്കണം. പക്ഷെ അസാനുവിനെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഓനക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ ഓനക്ക് ചോറൊക്കെ കൊടുത്തു. ഞാനും ഓനും കൂടി ചോറ് തിന്നട്ടാ. ഓൻ അങ്ങനെ ഇങ്ങനെയൊന്നും വാരി തിന്നൂല, ഞാൻ വാരി കൊടുക്കണം, അതാണ് ഓനക്ക് ഇഷ്ടം. പക്ഷെ ഇന്ന് ഞാൻ വെളിച്ചെണ്ണയും ഉപ്പും കൂടി തിരുമ്മിക്കാണ്ട് ചോറ് കൊടുത്തപ്പോൾ ഓൻ ഒറ്റക്ക് തിന്നാറുണ്ട്. ഓനക്ക് ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പറഞ്ഞാലും കുട്ടി കേൾക്കൂല. ഓനക്ക് ഉപ്പ് എന്തിലും തോനെ ഉപ്പ് വേണം. ചോറിൽ പ്രത്യേകിച്ച് ഉപ്പ് ഇങ്ങനെ നമ്മളെ കൊണ്ട് വാരി ഇടിപ്പിച്ചു. അങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ ഓൻ്റെ. പിന്നെ ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകലും വേഗം കഴിച്ചു ഞാൻ. പാത്രമൊക്കെ ഒരുപാട് കുറേ മോറാണ്ടായിരുന്നു. ഇതൊക്കെ മോറി വൃത്തിയാക്കി വരുമ്പോഴത്തേനും ഒരു നേരമാവൂലേ. എന്നാലും ഇങ്ങനെ ധൃതിയിൽ പണിയെടുത്തിട്ട് ലാസ്റ്റ് ചോറ് തിന്നുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലേ. അപ്പം ഉണ്ടാക്കിയ ഫ്രഷ് മീനും കൂട്ടി ചോറ് തിന്നുമ്പോൾ പിന്നെ അവിടെയൊക്കെ തുടച്ച് നേരാക്കിക്കാണ്ട് മേലേക്ക് കെടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴത്തേനും അസാനും ഓണായിക്കണം കേട്ടോ. അവനക്ക് മരുന്നൊക്കെ കൊടുത്തപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റമുണ്ട്. ഇവന് പിന്നെ ഫുൾ ആക്റ്റീവാണ്, ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. ഇവന് രാത്രി ആയിട്ട് മേലേക്ക് കയറിയാൽ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. പിന്നെ ടോർച്ചൊക്കെ കത്തിച്ച് നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കെടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ച് രണ്ടാളെയും കെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ബെഡും കാര്യങ്ങളൊക്കെ ഒരു കഥയാണ്. ഇന്നലെ വിരിച്ചിട്ട വിരിപ്പ് അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ അതൊക്കെ തട്ടിക്കൊട്ടി വിരിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. അത്ര ഉള്ളൂ.